എൻ്റെ പേര് ഹിമ. ഐക്കാൻ അക്കാദമിയിൽ വന്നിട്ടാണ് ഞാൻ ഫിസിക്കൽ ട്രെയിനിങ് പാസ്സായത്. ഇപ്പോൾ ചേർപ്പ് എക്സൈസ് ഓഫീസിൽ വർക്ക് ചെയ്യണം. പിന്നെ ഇവിടെ വരുമ്പോൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഏജ്ഡായിരുന്നു. 38 വയസ്സായതിന് ശേഷം ഞാൻ ഇവിടെ ഫിസിക്കൽ ഇവിടെ വന്ന് പാസ്സായതാണ്. അപ്പോൾ ഇതിൽ മുന്നേ ഞാൻ ഫസ്റ്റ് ലിസ്റ്റിലുണ്ടായിരുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ലിസ്റ്റായിരുന്നു. അത് ഇതേപോലെ തന്നെ നമ്മൾ ഓടി ഫിസിക്കലിന് ട്രെയിനിങ്ങിനൊന്നും പോയിണ്ടായിരുന്നില്ല. ഓടി ഇഞ്ചുറിയായി, കാലൊടിഞ്ഞു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു ഇനി ഞാനൊരു യൂണിഫോം ഫോഴ്സിൽ വരില്ല, ലിസ്റ്റിൽ വന്നാൽ ഞാൻ ഫിസിക്കൽ പാസ്സാവാനായിട്ട് അറ്റൻഡ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കപിൽ സാറാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഈ എക്സൈസിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ സാജൻ സാറിനൊന്ന് പോയി കാണുക, അവിടെ പോയി ഒന്ന് ഫിസിക്കൽ അറ്റൻഡ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലിസ്റ്റ് പോലീസിൻ്റെ ലിസ്റ്റ് SIയുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ ബീറ്റ് ഫോറസ്റ്റിൻ്റെ ലിസ്റ്റിൽ പോയി കാലൊടിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറ്റണ പണിയല്ല അതെന്ന് പറഞ്ഞു. പിന്നെ ഏജ്ഡായി, എല്ലാ ഭാഗത്തും വേദനയായി. ഇന്ന് ഓടാൻ പറഞ്ഞാലും എനിക്ക് നല്ല വേദനയായി, പെയിനാണ് എപ്പോഴും, തണ്ടല വേദന, എല്ലാ വേദനയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്ന പണിയൊന്നും അല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചിട്ടാണ്, കപിൽ സാറ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ സാജൻ സാറിനെ വന്ന് കാണുന്നത്. ഞാൻ സാറിൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഗ്രൗണ്ടിൽ കുറേ പേരിങ്ങനെ ഓടുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ തിരിച്ചു, ഇനി എന്നെ കൊണ്ട് പറ്റുന്നില്ല ഓടാൻ. അങ്ങനെ തിരിച്ചു. പക്ഷേ സാജൻ സാറിനെ കണ്ടെന്നാലും കപിൽ സാറ് പറഞ്ഞു, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി കപിൽ സാറ്. അത് കാരണം ഞാൻ പോയി സാജൻ സാറിനെ കണ്ട് സംസാരിച്ചു. സാറ് പറഞ്ഞു അതൊന്നും സാരില്ല, ഏജ്ഡായ കുഴപ്പമില്ല, വണ്ണമൊന്നും കുഴപ്പമില്ല, അതിന് മുന്നുള്ളവരൊക്കെ പാസ്സായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു ഈശ്വര, വീട്ടിൽ ഞാൻ ഗ്രൗണ്ടിലാണ് നോക്കണേ, ഇവിടെ കുറേ പേര് ഇവിടെ നിന്ന് ഈ ഫസ്റ്റിലിരിക്കണ എല്ലാവരും അന്ന് അവിടെ ഓടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ കൂടെ ഓടിയിട്ടൊന്നും ഞാൻ പാസ്സാവാൻ പോകണില്ല. അപ്പോഴും എനിക്ക് നെഗറ്റീവ് മൈൻഡാണ്, ഫുൾ നെഗറ്റീവ് മൈൻഡിലാണ് ഞാൻ വരുന്നത്. പക്ഷേ സാജൻ സാർ കുറേ പറഞ്ഞു അങ്ങനെയൊന്നും പ്രശ്നമില്ല, എല്ലാം പാസ്സാവുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നത് ലോങ് ഡിസ്റ്റൻസ് ഓടാനാണ്. ഈ 2 കിലോമീറ്റർ ഓടുക എന്ന് പറയുന്നത് എനിക്ക് പറ്റില്ല, ഭയങ്കര കിതപ്പ് വരും. ബാക്കിയുള്ള ഐറ്റംസ് അത്രയും പ്രശ്നം എനിക്ക് തോന്നിയില്ല, എൻ്റെ മൈൻഡിൻ്റെ ആയിരിക്കും. പക്ഷേ സാറ് പറഞ്ഞു അത് പ്രശ്നമില്ല എന്ന്. എന്നിട്ട് എല്ലാവരും 5-10 റൗണ്ട് ഓടുമ്പോൾ ഞാൻ 5 റൗണ്ടിൽ നിർത്തും, എനിക്ക് പറ്റില്ല. പക്ഷേ സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, 5 എന്നുള്ളത് 6 ആക്കുക, 6 എന്നുള്ളത് 7 ആക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ അന്ന് എൻഡ്യൂറൻസ് ടെസ്റ്റിന് പോയത്. എൻഡ്യൂറൻസ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ പാസ്സാവുകയാണെങ്കിൽ വിളിക്കാട്ടാന്ന്. ഉറപ്പില്ല, എന്നാലും ഞാൻ 2 കിലോമീറ്റർ ഓടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു എനിക്ക് പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് ഓടാന്ന്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് 15 മിനിറ്റാണ് നമുക്ക് ടൈം ഉണ്ടായിരുന്നത്. ആ 15 മിനിറ്റിൽ ഒരു 3 മിനിറ്റ് മുന്നേ ഞാൻ എത്തിയിട്ടുള്ളൂ എൻഡ്യൂറൻസിന്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത്രയും 2 ലിസ്റ്റിൽ നിന്നും പോയി, പിന്നെ ലിസ്റ്റുകളിൽ കുറേ എണ്ണമുണ്ടായിരുന്നു, പക്ഷെ ജോലി കിട്ടണില്ല. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ സാറ് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നേ, എന്തായാലും ഒന്ന് ഓടി നോക്ക്, ട്രൈ ചെയ്യ്, എന്തായാലും കിട്ടും, നമ്മളിവിടെ നിന്ന് ഓടണേക്കാൾ അത്രയും സ്ട്രെയിൻ ഉണ്ടാവില്ല അവിടെ ഓടുന്നത്. അങ്ങനെ പോയി ഓടിയിട്ട് അന്ന് ഞാൻ ആ എൻഡ്യൂറൻസ് പാസ്സായപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് പറ്റും എന്നുള്ളത്. സത്യമായിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാവരും കടന്നു, ഏറ്റവും അവസാനം കിടക്കുന്നത് ഞാനാ. പക്ഷെ എൻഡ്യൂറൻസ് പാസ്സായതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റായി, എന്തായാലും ഞാൻ ഫിസിക്കലി പാസ്സാക്കി എടുക്കുന്നു. അത് കഴിഞ്ഞ് സാറ് പിന്നെ കുറേ നമുക്ക് ഫിസിക്കലി 5 ഐറ്റംസ് അല്ല പഠിപ്പിക്കുക. ഫസ്റ്റ് മറ്റേ നമ്മളുടെ കപ്പാസിറ്റി കൂടാനായിട്ടാണ് നമ്മൾ കൂടുതൽ പഠിപ്പിക്കുക. അപ്പം ഞാൻ വിചാരിക്കും എന്തിന് ഇത് പഠിക്കണം, നമ്മൾ ഐറ്റംസ് പഠിച്ചാൽ പറയുന്നത്. അപ്പോഴും സാറ് പറയും അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. അപ്പം അതിൻ്റെ അർത്ഥം എനിക്ക് അതൊക്കെ കഴിഞ്ഞ് ഐറ്റംസ് ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായേ. ഞാൻ ജീവിതത്തിൽ ഓടിയിട്ടുമില്ല, ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് 200 മീറ്ററിൽ ഓടിയാലും ഞാൻ മാത്രം അന്ന് പാസ്സായുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര, സാജൻ സാറ് പറഞ്ഞത് എന്തൊരു വ്യത്യാസമാണ്. എനിക്ക് അപ്പോഴും അനുഭവത്തിൽ വരുമ്പോൾ അതൊക്കെ മനസ്സിലാവണം ശരിക്കും. ആദ്യം തന്നെ ഹൈ ജമ്പ് കിട്ടിയില്ല, ബാക്കി എല്ലാ ഐറ്റംസ് പാസ്സായി. അത് കഴിഞ്ഞ് എല്ലാവരും കുറേ പേര് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോഴും ദൈവം തുണച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ റാങ്കുകളിലുണ്ടായിരുന്നു. ബീറ്റ് ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞ് എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. അന്ന് 2016 നേരത്തെ പറഞ്ഞ പോലെ ആ ബീറ്റ് ഫോറസ്റ്റ് ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. 26-29 ഒന്ന് കട്ട് ഓഫ് വന്നത്, ഞങ്ങൾക്ക് കട്ട് ഓഫ് വന്നത്. അന്ന് എനിക്ക് 50-ലും കൂടുതൽ മാർക്കുണ്ടായിരുന്നു, ഉറപ്പായിരുന്നു നല്ല മാർക്ക് ഉണ്ടായിരുന്നു കിട്ടുന്നുള്ളത്. പക്ഷേ ഫിസിക്കലി പാസ്സായില്ല. പിന്നെ എക്സൈസിൻ്റെ ലിസ്റ്റ് ആയിരുന്നപ്പോൾ എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല, എന്നാലും NCCയുടെ മാർക്കുണ്ടായിരുന്നു എനിക്ക്. അതിൽ പെട്ടെന്ന് 8ാമത്തെ റാങ്ക് കിട്ടി.
അതിൽ ആദ്യം തന്നെ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ജോലി കിട്ടി. അപ്പോൾ ശരിക്കും ഞാൻ ഈ സാറ് വിളിച്ചപ്പോഴാണ് സാറിൻ്റെ ഒരൊറ്റ വാക്കിൽ ഫിസിക്കൽ പാസ്സായതാണ് ഞാൻ സാറിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. സാജൻ സാറില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ജോലി കിട്ടില്ല, ഷുവറുള്ള കാര്യമാണ്. പിന്നെ എന്ന് പറയുന്നത് വയസ്സ് കൂടുതലായി, അതുപോലെ നല്ല ഫാറ്റിയാണ്, അതൊന്നും ശരിക്കും ഫിസിക്കലി പാസ്സാവണതിൻ്റെ ഒരു മാനദണ്ഡമൊന്നല്ല. ശരിക്കും അത് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വണ്ണം വെച്ചിട്ട് എങ്ങനെ പാസ്സാവും, ഇത് ഹൈ ജമ്പ് ലോങ് ജമ്പ് ചാടാൻ നിന്നപ്പോൾ അവിടെയുള്ള സാറ് പറഞ്ഞു ഈ വണ്ണം വെച്ച് ചാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചാടി നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അതും പാസ്സായി. അപ്പം ഞാൻ പറയാം ശരിക്കും വയസ്സാവലോ ഇതൊന്നല്ല, നമുക്കൊരു മൈൻഡ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും എവിടെയെങ്കിലും പാസ്സാവാൻ പറ്റും. അതിപ്പോൾ ആദ്യത്തെ പാസ്സായി, ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ടില്ല, CPOൻ്റെ ഇത് മാത്രം ഫിസിക്കൽ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ, ലിസ്റ്റ് വരും. ലിസ്റ്റ് വന്നാലും ആദ്യത്തെ കുറച്ച് പേർക്ക് നമുക്ക് ജോലി കിട്ടുക, കുറച്ച് പേര് അതിൽ നിന്ന് ഔട്ടായി എന്ന് വരാം. പക്ഷെ എന്നാലും അടുത്ത ഫിസിക്കൽ പാസ്സാവാം എന്തായാലും. ഒരു പ്രാവശ്യം ജോലി കിട്ടിയില്ല എന്ന് വെച്ചാൽ അത് മൈൻഡ് ഡൗൺ ആവണ്ട, അടുത്ത പ്രാവശ്യം ഷുവറായിട്ട് നമ്മൾ ജോലിയിൽ കിട്ടിയിരിക്കും. അത് ഷുവറുള്ള കാര്യം, എൻ്റെ അനുഭവം കൊണ്ട് പറയാം. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും. നമ്മൾ ട്രൈ ചെയ്യുക, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഞാൻ അന്ന് സാറ് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാം, നമ്മളുടെ ഭാഗത്തു നിന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇന്ന് ഫിസിക്കൽ പാസ്സായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും ലിസ്റ്റിൽ വന്ന് ആദ്യത്തെ റാങ്കുകളിൽ വന്ന് ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചാണ് നിർത്തുന്നു.